തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഒരു വർഷമായി ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മെല്ലെപ്പോക്കെന്ന് ഹാരിസ്. സംഭവത്തിൽ അന്വേഷണത്തിന് നിയോഗിച്ച സമിതി ഡോക്ടർ ഹാരിസിന്റെ അടക്കം എല്ലാ വകുപ്പ് മേധാവികളുടെയും മൊഴിയെടുത്തു. കഴിഞ്ഞ ഒരു വർഷത്തെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചു. ഇവരുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ഈ ഒരു ആരോപണത്തിൽ അന്വേഷണ സമിതിയുടെ നടപടികൾ ഏതു തരത്തിലാണ് പുരോഗമിക്കുന്നത്? ശ്രീനന്ദ, കേൾക്കാമെങ്കിൽ നടപടികൾ ഏത് തരത്തിലാണ്? കോളേജ് വിവാദത്തിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസിന്റെയും അതുപോലെ തന്നെ മറ്റ് വകുപ്പ് മേധാവികളുടെയും മൊഴിയെടുത്തിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് അടക്കമുള്ള എല്ലാ വകുപ്പ് മേധാവികളുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ രേഖകളെല്ലാം തന്നെ ഈ 4 സംഘം പരിശോധിച്ചു. പ്രിൻസിപ്പൽ സൂപ്രണ്ട് എന്നിവരുടെ സമിതി മൊഴി നൽകിയിരുന്നു. ഇവർ ഈ ഒരു ഹാരിസിന്റെ മൊഴിക്ക് എതിരായിട്ടുള്ള ഒരു മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഹാരിസിനെ പിന്തുണയ്ക്കാതെയാണ് ഈ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി മേധാവികളെല്ലാം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിലെ സാധാരണയുള്ള കാലതാമസം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് വകുപ്പ് മേധാവികളുടെ അഭിപ്രായം. ഈ ഒരു ഹാരിസിന്റെ വാദത്തെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് സൂപ്രണ്ടും പ്രിൻസിപ്പലും മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഹാരിസ് തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ ഈ ഒരു സാധനങ്ങൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് വാങ്ങാനുള്ള എക്യുപ്മെന്റ്സിന്റെ ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. ഇത് നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പിനെ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായിരുന്നില്ല. ആ ഒരു നിലപാടിൽ തന്നെ ഹാരിസ് ഉറച്ചു നിൽക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിദഗ്ധ സംഘം തിരികെ പോയൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. രേഖകൾ മുഴുവൻ വിലയിരുത്തിയ ശേഷമാകും വീണ്ടും തെളിവെടുപ്പിനായി ഇവർ തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുക എന്നൊരു വിവരമാണ് നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാൻ. ശ്രീനന്ദ, ഈ എല്ലാ വകുപ്പ് മേധാവികളോടും ഈ സമിതി വിശദാംശങ്ങൾ തേടുമ്പോൾ ഹാരിസ് പറഞ്ഞ നിലപാടിന് പിന്തുണ നൽകുന്ന ഒരു സമീപനം തന്നെയാണോ എല്ലാ വകുപ്പ് മേധാവികളും സ്വീകരിക്കുന്നത്? ശ്രീനന്ദ, കേൾക്കാമെങ്കിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കുന്നത്. തന്റെ നിലപാടിൽ നിന്നും പിറകോട്ടില്ല. ഒരു വർഷമായി ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ മെല്ലെപ്പോക്കെന്നും ഹാരിസ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. സംഭവത്തിൽ അന്വേഷണത്തിന് നിയോഗിച്ച സമിതി ഡോക്ടർ ഹാരിസിന്റെ അടക്കം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവികളുടെ മൊഴിയെടുത്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ രേഖകളും അന്വേഷണ സംഘം ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. ശ്രീനന്ദ, കേൾക്കാമെങ്കിൽ. ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഒപ്പം മറ്റ് വകുപ്പ് മേധാവികൾ ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്? ഡോക്ടർ ഹാരിസ് ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സൂപ്രണ്ടും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഓഫീസറും ഈ ഒരു നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു മൊഴിയാണ് ഈ ഒരു സമിതിക്കായി 4 സമിതിക്ക് നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ ഒരു സാധാരണയായി സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാരിൽ ഉണ്ടാകുന്ന ഒരു കാലതാമസം മാത്രമാണ് ഈ ഒരു ഉപകരണങ്ങൾ എത്തിക്കാനുള്ള ഒരു കാലതാമസം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ വേറൊരു തരത്തിലുമുള്ള ഒരു പ്രശ്നവും ഇതുവരെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു പ്രിൻസിപ്പളും അതുപോലെ തന്നെ സൂപ്രണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ഇതാണ് ഹാരിസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് താൻ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ കർശനമായ വീഴ്ചയാണ് ഇതിനെല്ലാത്തിനെയും പിന്നിൽ. സർക്കാർ താൻ നിരവധി തവണ സർക്കാരിന് ഇതിന് മൂലമുള്ള കത്തും അപേക്ഷയും ഒക്കെ തന്നെ നൽകിയിരുന്നു. എന്നാൽ സർക്കാർ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമോ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് ഈ ഒരു ഉപകരണങ്ങൾ ഇല്ലാതാകാനുള്ളൊരു കാരണമുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഈ ഒരു മറ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഈ ഒരു മൊഴിയിൽ നിന്ന് വ്യതിചരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 4 സമിതി ഈ ഒരു എന്താണ് ഈ ഒരു പ്രശ്നം എന്ന് പഠിച്ചതിന് ശേഷം മാത്രം അതിനുള്ളൊരു വിശദാംശമായ റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അവരിവിടെ നിന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമാകും അവർ ആരോഗ്യ വകുപ്പിന് ഇത് കൈമാറുക എന്നൊരു കാര്യമാണ് നമുക്ക് ഈ മണിക്കൂറിൽ പങ്കുവെക്കാനുള്ളത്. KP ശ്രീനന്ദ SP ആണ് വിവരങ്ങൾ നൽകിയത്.